Next question. A compound piping system consists of 1800 meter of 50 centimeter, 1200 meter of 40 centimeter and 600 meter of 30 centimeter diameter pipes of the same material connected in series. What is the equivalent length of a 40 centimeter pipe of the same material? Second part is, what is the equivalent size of the pipe 3600 meter long? അതായത് നമുക്ക് ഒരു കോമ്പൗണ്ട് പൈപ്പിംഗ് സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതായത് ഏതൊക്കെ പൈപ്പ്സ്, എത്ര ലെങ്ത് ഉള്ള എത്ര ഡയമീറ്റർ ഉള്ള പൈപ്പ്സ് ആണ് സീരീസിൽ കണക്ട് ചെയ്തത്. അങ്ങനെ 3 പൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഇക്വലന്റ് പൈപ്പിന്റെ ഡയമീറ്റർ 40 സെന്റിമീറ്റർ ആണെങ്കിൽ ലെങ്ത് എത്രയായിരിക്കും, ഇക്വലന്റ് ലെങ്ത് എത്രയായിരിക്കും. അതുപോലെ തന്നെ ഇക്വലന്റ് പൈപ്പിന്റെ ലെങ്ത് 3600 മീറ്റർ ആണെങ്കിൽ സൈസ് എത്രയായിരിക്കും, അതായത് സൈസ് ഉദ്ദേശിക്കുന്ന ഡയമീറ്റർ എത്രയായിരിക്കും. സോ നമുക്ക് കണ്ടുപിടിക്കാം. Height, length, diameter. Height 1, 2, 3, L1, L2, L3. L1 എത്രയാ? 1800. Diameter 50 centimeter or 0.5 meter. L2 1200 meter. Diameter 40 centimeter or 0.4 meter. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് എഴുതുന്നത് നല്ലതാണ്. ചില ക്വസ്റ്റ്യൻസിൽ അതിന് മാർക്കുണ്ട്. L3 is equal to 600 meter and D3 is equal to 30 centimeter or 0. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമ്മളൊന്ന് എടുത്തെഴുതുമ്പം ഫോർമുല മറന്നു പോയാലും നിങ്ങൾക്ക് ഗിവൺ ഡേറ്റ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് പിടികിട്ടും. ഫോർമുല ശകലം അങ്ങോട്ടോ ഇങ്ങോട്ടോ മറന്നു പോയെന്നുണ്ടെങ്കിലും ഗിവൺ ഡീറ്റെയിൽസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫോർമുല വരുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതാൻ പറയുന്നത്. അപ്പോൾ if pipes are connected in സീരീസിലാണ് കണക്ട് ചെയ്തെങ്കിൽ എങ്ങനെ വരും? L/D raised to 5 is equal to L1/D1 raised to 5 plus L2/D2 raised to 5 plus L3/D3 raised to 5. പാർട്ട് 1 പറയുന്നുണ്ട് D is 40 centimeter. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും? L/0.4 raised to 5 is equal to 1800/0.5 raised to 5 plus 1200/0.4 raised to 5 plus 600/0.3 raised to 5. ഇതങ്ങോട്ട് സോൾവ് ചെയ്യുമ്പോൾ L is equal to എത്രയാണെന്ന് കിട്ടും? 4318.219. ഇതാണ് ഇക്വലന്റ് ലെങ്ത്. ഇനി സെക്കൻഡ് പാർട്ടിൽ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഇക്വലന്റ് ലെങ്ത് തന്നിട്ടുണ്ട്, ഇക്വലന്റ് പൈപ്പിന്റെ സൈസ്, അതായത് ഇക്വലന്റ് ഡയമീറ്റർ വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ എങ്ങനെയാണ്? ഇക്വലന്റ് ലെങ്ത് 3600/D raised to 5 is equal to 1800/0.5 raised to 5 plus 1200/0.4 raised to 5 plus 600/0.3 raised to 5. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈക്വലന്റ് ഡയമീറ്റർ കിട്ടും 0.3857 meter or 38.57 centimeter. സിമ്പിൾ ആയിരുന്നു. ഡ്യൂപ്ലിറ്റ്സ് ഇക്വേഷൻ എഴുതുക.
ഫസ്റ്റ് പാർട്ടിലും ഡി അറിയാം, എൽ കണ്ടുപിടിക്കണം. L1 D1 L2 D2 L3 D3 തന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ എൽ തന്നിട്ടുണ്ട്, ഡി കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. Now next question. Two reservoirs are connected by a pipe 3 km long and 30 cm in diameter. Friction factor 4F for the pipe is 0.03. The difference in water level between two reservoirs is 12 meter. A second pipe 30 cm in diameter is laid alongside the first for the last 1 kilometer and connected with the first pipe in the reservoir. Neglecting all minor losses, find the discharge in the main pipe. Friction factor 4F for the second pipe is 0.025. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നിങ്ങളൊരു ഫിഗർ വരയ്ക്കാൻ ശ്രമിക്കണം. രണ്ട് റിസർവോയർ ഉണ്ട് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ എ പൈപ്പ് 3 കിലോമീറ്റർ ലോങ്. ആ 3 കിലോമീറ്റർ പൈപ്പിന്റെ ലാസ്റ്റ് 1 കിലോമീറ്ററിൽ വേറൊരു പൈപ്പും കൂടെ അറ്റാച്ച് വരുന്നുണ്ട്. കണക്റ്റിംഗ് ദ ഫസ്റ്റ് പൈപ്പ് ആൻഡ് റിസർവോയർ, അതായത് ഈ രണ്ടാമത്തെ പൈപ്പ് പാരലൽ ടു ഫസ്റ്റ് പൈപ്പ് വരും ആഫ്റ്റർ 2 കിലോമീറ്റർ. അപ്പോൾ അതിൻ്റെ കണക്ഷൻ വെച്ചിട്ട് ഒരു ഫിഗർ വരയ്ക്കാം. ദെൻ വി ക്യാൻ സോൾവ്. ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടില്ല, നിങ്ങൾ ഫിഗർ വരച്ചിട്ട് വേണം ചെയ്യാൻ. ഫസ്റ്റ് റിസർവോയർ പൈപ്പ്, സെക്കൻഡ് റിസർവോയർ വേറൊരു പൈപ്പും കൂടെ ഉണ്ടെന്ന് പറയും. ഇങ്ങനെ ഇവിടെ വരെ വെള്ളമുണ്ട്. ഈ പോയിന്റ് നമുക്ക് എ എന്ന് എടുക്കാം. ഇവിടെ വരെ വെള്ളം, പോയിന്റ് ബി എന്ന് പി എം എൻ ക്യു. ഇത് മെയിൻ പൈപ്പ് പി. എം എന്ന് പറയുന്നതാണ് സെക്കൻഡ് പൈപ്പ്. ഇത് എച്ച്. ഇത് നമുക്ക് പൈപ്പ് 1, ഇത് പൈപ്പ് 2, ഇത് മെയിൻ പൈപ്പ്. അപ്പോൾ ഇവിടെ എൽ ഡി ബി, ഇവിടെ L1 D1 D1 L2 D2 V2. ഇനി തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. L is 3 kilometer, that is 3000 meter. D is 30 centimeter or 0.3 meter. H is 12 meter. D2 is 30 centimeter or 0.3 meter. L2 എത്രയാണ്? 1 kilometer or 1000 meter. Friction factor for main pipe 4F is equal to 0.03 4F2. Second pipe ഇൻ്റെത് 0.025. ഈ 1 എന്ന് പറയുന്ന എം ക്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മെയിൻ പൈപ്പിന്റെ ലാസ്റ്റ് സെഗ്മെന്റ് ആണ്. മെയിൻ പൈപ്പിന്റെ ലാസ്റ്റ് സെഗ്മെന്റ് ആണ് ഈ 1 എന്ന് കൊടുത്തേക്കുന്നത്. L1 D1 V1 D. അപ്പൊ അതിന്റെയൊക്കെ വാല്യൂസ് എത്രയായിരിക്കും? L1 D1 V1 ഒക്കെ വാല്യൂസ് എത്രയായിരിക്കും? V1 മാറും, മെയിൻ പൈപ്പിൽ നിന്ന് വ്യത്യാസമുണ്ട് V1. L1 എത്ര വരും? 1000 മീറ്റർ ആയിരിക്കും.
D1 എന്ന് പറയുന്നത് D തന്നെയായിരിക്കും 0.3 മീറ്റർ. അപ്പോൾ അതിൻ്റെ ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ആ മെയിൻ പൈപ്പിൻ്റെ തന്നെയായിരിക്കും 0.03. ഇനി മെയിൻ പൈപ്പിൻ്റെ ഡിസ്ചാർജ് Q, ഇങ്ങോട്ട് Q2, ഇതിലൂടെയുള്ള ഡിസ്ചാർജ് Q1, ഇങ്ങോട്ടുള്ള ഡിസ്ചാർജ് Q. അപ്പോൾ എങ്ങനെ എഴുതാം? പാരലൽ ആയതുകൊണ്ട് Q is equal to Q1 plus Q2. Q is equal to Q1 plus Q2. That is A into V is equal to A1 V1 plus A2 V2. That is pi by 4 into 0.3 square into V is equal to pi by 4 into 0.3 square into D1 plus pi by 4 into D2 0.3 തന്നെ 0.3 square into D2. or ഇത് എങ്ങനെ വരും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ V is equal to V1 plus V2. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ V is equal to V1 plus V2 എന്ന് കിട്ടും. പൈപ്പ്സ് പാരലൽ ആയതുകൊണ്ട്, അതായത് ആ ലാസ്റ്റ് 1 കിലോമീറ്ററിൽ വരുന്ന രണ്ടും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തത്. സോ ടോട്ടൽ ഡിസ്ചാർജ് Q is equal to Q1 plus Q2. അതായത് മെയിൻ പൈപ്പിലൂടെയുള്ള Q ഡിസ്ചാർജ് Q1 Q2 ആയിട്ട് സ്പ്ലിറ്റ് ആവും. സോ V is equal to V1 plus V2. ഇനി സെഗ്മെന്റ് MQവും സെഗ്മെന്റ് MNും എടുക്കുകയാണെങ്കിൽ ദേ ആർ ഇൻ പാരലൽ. അപ്പം ഹെഡ് ലോസ് എന്ന് പറയുന്നത് രണ്ടിലും സെയിം ആയിരിക്കും. അതായത് HF1 is equal to HF2. കാരണം എന്താ? MQ സെഗ്മെന്റും MN എന്ന് പറയുന്നതും പാരലൽ ആണ്. MQ and MN are parallel. MQ and MN parallel ആയതുകൊണ്ട് head loss due to friction in pipe MQ is equal to head loss due to friction in pipe MN. അപ്പോൾ HF1 is equal to HF2. അപ്പോൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 4F1L1 V1 square by 2G D1 is equal to 4F2L2 V2 square by 2G D2. അതായത് L1ഉം L2ഉം സെയിം ആണ്. L1 equal to L2, D1 equal to D2 ആണല്ലോ. L1ഉം 1000 ആണ്, L2ഉം 1000 മീറ്റർ, D1ഉം D2ഉം ഈക്വൽ ആണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 4F വാല്യൂ ഡിഫറെൻ്റ് ആണ്. 4F1 0.03, V1 square is equal to 0.025 V2 square എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് V2 എത്ര വരും? V2 will be 1.095 V1. V2 is 1.095 V1 എന്ന് കിട്ടും. നമുക്കറിയാം V is equal to V1 plus V2. അപ്പോൾ എങ്ങനെ വരും? V is equal to V1 plus 1.095 V1. That is 2.095 V1. ഇനി പോയിന്റ് എയിലും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്ചാർജ് ആണ്, മെയിൻ പൈപ്പിൽ ഡിസ്ചാർജ്. പിന്നെ നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ബി. Applying Bernoulli's equation എങ്ങനെ വരും? PA between A and B, അതായത് രണ്ട് റിസർവോയർ നടക്കും. PA by rho G plus BA square by 2G plus ZA is equal to PB by rho G plus BB square by 2G plus
Z B plus HF. ഇതില് പോയിന്റ് എയും പോയിന്റ് ബിയിലും അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ്. അതുകൊണ്ട് PA is equal to PB is equal to 0. ഇനി ഇത് ഫ്രീ സർഫസിലെ പോയിന്റും ഇത് ബി എന്ന് പറയുന്നതും ഫ്രീ സർഫസിലെ പോയിന്റ് ആണ്. അപ്പൊ എന്താ, വെലോസിറ്റിയും 0. നമ്മൾ ഡേറ്റ പാസിംഗ് ത്രൂ ബി എന്ന് എടുക്കാം. ഡേറ്റം ത്രൂ ബി. അപ്പോൾ ZB എന്ന് പറയുന്നത് 0, ZA എന്ന് പറയുന്നത് H എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? 0 plus 0 plus 12 is equal to 0 plus 0 plus 0 plus HF. Or HF is equal to 12 meter. ഇനി HF എന്ന് പറയുന്നത് എന്താണ്? HF is equal to HF in segment PM plus HF in segment MQ or ML. രണ്ട് വേണേലും എടുക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 4FLV square by 2GD plus 4F1 L1V1 square by 2GD1 is equal to 12. അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 0.03 into 2000 into B എത്രയാണ്? 2.095 V1. 2.095 V1 the whole square divided by 2 into 9.81 into 0.3 plus 0.03 into 1000 into V1 square by 2 into 9.81 into 0.3 is equal to 12. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ V1 കിട്ടും 0.491 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ V എത്രയാണ്? 2.095 into 0.491 1.029 1.029 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും V. അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. AV that is 5/4 into 0.3 square into 1.029 0.073 meter cube per second. കുറച്ച് ലെങ്തി ആണ് പ്രോബ്ലം, പക്ഷെ സിമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ എന്തെടുത്തു? ഡിസ്ചാർജ് എടുത്തു. അതായത് മെയിൻ പൈപ്പിലുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് പൈപ്പ് 1ലുള്ള ഡിസ്ചാർജ് പൈപ്പ് 2ലുള്ള ഡിസ്ചാർജിന്റെ സം. അതായത് മെയിൻ പൈപ്പിൽ Q ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പാരലൽ കണക്ഷൻ വരുമ്പോൾ അത് Q1 Q2 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു. കണ്ടിന്യൂറ്റി ഇക്വേഷൻ Q is equal to Q1 plus Q2. Q എന്താണ്? A into V. Q1 is A1 V1, Q2 is A2 V2. നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെലോസിറ്റിയുടെ റിലേഷൻ കണ്ടുപിടിക്കും. V is equal to V1 plus V2 എന്ന് കിട്ടി.
ഇനി നമ്മൾ പാരലൽ കണക്ഷൻ വരുന്ന ഭാഗത്ത് എടുക്കുവാണെങ്കിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ രണ്ട് പൈപ്പിലും ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിട്ട്. സോ അതിനകത്ത് നമ്മൾ ഈ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷന്റെ റിലേഷൻ എഴുതി ഒരു വെലോസിറ്റിയെ മറ്റേ വെലോസിറ്റിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു, V2നെ V1ന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു. ഇനി നമ്മൾ ടോട്ടൽ വെലോസിറ്റിയും ഈ വെലോസിറ്റിയും കൂടെയാണ് റിലേഷൻ വരുന്നത്. അതായത് V is equal to V1 plus V2ലോട്ട് V2ന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ടോട്ടൽ വെലോസിറ്റി 2.095 ടൈംസ് V1 എന്ന് കിട്ടി. ഇനി രണ്ട് പോയിന്റ് എയും ബിയും ഉണ്ട്. നമുക്ക് മെയിൻ പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് വേണം കണ്ടുപിടിക്കാൻ. അതിന് നമുക്ക് വെലോസിറ്റി വേണം, ഏരിയ അറിയാം, വെലോസിറ്റി വേണം. അതിന് വേണ്ടിയാണ് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. നമ്മൾ പോയിന്റ് ബി, ഈ പോയിന്റ് ബിയിലൂടെ ഡേറ്റ പാസ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ് അറ്റ് പോയിന്റ് എ. അതായത് രണ്ട് റിസർവോയറിലും ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ PA by rho g plus VA square by 2g plus ZA equal to PB by rho g plus VB square by 2g plus ZB plus HF എന്ന് കിട്ടി. PA by rho g plus VA square by 2g plus ZA equal to PB by rho g plus VB square by 2g plus ZB plus HF, where HF is the total friction loss. Total friction loss ആണ് HF. അപ്പം പോയിന്റ് എയും ബിയും ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിലായതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, പ്രഷർ അറ്റ് എയും പ്രഷർ അറ്റ് ബിയും, അതുകൊണ്ട് അത് 0. ഇനി വെലോസിറ്റി അറ്റ് പോയിന്റ് എയും വെലോസിറ്റി അറ്റ് പോയിന്റ് ബിയും ഫ്രീ സർഫസിലുള്ള വെലോസിറ്റി ആയതുകൊണ്ട് അതും 0. ഇനി ഡേറ്റ പോയിന്റ് ബിയിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് ZB is 0, ZA will be H, that is 12 meter. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 plus 0 plus 12 equal to 0 plus 0 plus 0 plus HF എന്ന് കിട്ടും. അപ്പൊ എന്താണ് HF is equal to 12 meter എന്ന് കിട്ടി. ഇനി ടോട്ടൽ ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെഗ്മെന്റിന്റെ ഹെഡ് ലോസ് പ്ലസ് സെക്കൻഡ് സെഗ്മെന്റിന്റെ ഹെഡ് ലോസ്, അതായത് HF is HF of PM plus HF of MQ. അപ്പോൾ 4F LV square by 2GD ആണ് HF of segment PM. HF of pipe NQ എന്ന് പറയുന്നത് 4F1 L1 V1 square by 2GD1. അതിനകത്തുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് V in terms of V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ V in terms of V1 കണ്ടുപിടിച്ചതിന് പകരം V1 in terms of V കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് V തന്നെ കിട്ടും. ഏതായാലും പ്രശ്നമൊന്നുമില്ല, ചെറിയ ഡെസിമലിന്റെ വ്യത്യാസമേ വരും, നമ്മൾ റൗണ്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ V in terms of V1, ഈ ഇക്വേഷനിൽ നിന്ന് V1 in terms of V ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് V കിട്ടും. പിന്നെ നമ്മൾ A into V ചെയ്യുമ്പോൾ ഡിസ്ചാർജ് Q കിട്ടും. ഇവിടെ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രിക്ഷൻ ലോസിന്റെ ഇക്വേഷനകത്തോട്ട് എല്ലാം ഇൻ ടേംസ് ഓഫ് V1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വിയും V1ഉം V ഇൻ ടേംസ് ഓഫ് V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ V1 കിട്ടും. V1 കിട്ടിക്കഴിഞ്ഞാൽ V കണ്ടുപിടിക്കാം, 2.095 into V1. അപ്പോൾ V കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം, ഏരിയ ഇൻറ്റു വെലോസിറ്റി. So thus we have come to the end of third module. Thank you.